പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം സുരക്ഷിതമായ നിക്ഷേപമായ സ്വർണം വിറ്റ് ഒഴിവാക്കുകയാണ്. കയ്യിലുള്ള സ്വർണം വിറ്റ് പണമാക്കി മാറ്റുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ചും ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് നഗരങ്ങളിൽ. സ്വർണ്ണവില കുത്തനെ കൂടിയപ്പോഴും വാങ്ങുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവും രേഖപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം സുരക്ഷിത നിക്ഷേപമായിട്ടുള്ള സ്വർണം വിറ്റൊഴിവാക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. കയ്യിലുള്ള സ്വർണം വിറ്റ് പണമാക്കി മാറ്റുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ചും ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് നഗരങ്ങളിൽ. സ്വർണം വിറ്റ് പണമാക്കി മാറ്റുന്നത് കൂടുതലും മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി ഇന്ത്യക്കാരാണ്. സ്വർണത്തിന് വില കൂടിയപ്പോൾ ഡിജിറ്റൽ ഗോൾഡായും സ്വർണ്ണ ബാറുകളായും നിക്ഷേപം നടത്തിയത് നിരവധി പേരായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വിറ്റൊഴിവാക്കാനുള്ള തിരക്കാണെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. വിപണി വിലയുടെ 5% വരെ വില കുറച്ചാണ് സ്വർണ്ണ കച്ചവട സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്ന സ്വർണം വാങ്ങുന്നത്. സ്വർണ്ണവില ഇടിഞ്ഞേക്കുമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനമാണ് ചെറിയ നഷ്ടം സഹിച്ചുകൊണ്ട് പലരും കൈവശമുള്ളത് വിറ്റൊഴിവാക്കുന്നത്. സ്വർണം വിൽക്കുന്നവരിലേറെയും പണം നാട്ടിലേക്ക് അയക്കുകയോ വിദേശ രാജ്യങ്ങളിലെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ ചെയ്യുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ വ്യാപിപ്പിച്ചാൽ സ്വദേശത്തേക്ക് മടങ്ങാൻ ആവശ്യമായ പണം കയ്യിൽ കരുതുക, ബാഗേജ് നിയന്ത്രണം മൂലം സ്വർണം കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ഘടകങ്ങൾ തന്നെയാണ് ഈ വിലയിടിവിന് പുറമേയുള്ള ആശങ്കകളും. യുദ്ധം തുടരുകയാണെങ്കിൽ അത് വിവിധ രാജ്യങ്ങളുടെ കറൻസിയുടെ മൂല്യം ഇടിയുന്നതിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയും വിൽപ്പന വർദ്ധിച്ചതിന് കാരണമാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തൊഴിൽ നഷ്ടമാകുമോ എന്ന ഭയവും പ്രവാസികൾക്കിടയിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ തയ്യാറാകുമ്പോൾ സ്വർണം വിറ്റ് പണമാക്കി മാറ്റുന്നതും പ്രവാസികൾക്കിടയിൽ സാധാരണമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.